ഓം ശാന്തി. ഇൻഡിഗോ മെഡിറ്റേഷൻ അഥവാ തേർഡ് ഐ മെഡിറ്റേഷൻ ആണ് നമ്മളിപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആജ്ഞാചക്രയെ പൂർണ്ണമായും ഓപ്പൺ ആക്കുന്നതിന്റെ, ആക്ടിവേറ്റ് ആക്കുന്നതിനുള്ള മെഡിറ്റേഷനാണ്. നമ്മുടെ ആജ്ഞാചക്ര ഇരുപുരികങ്ങളുടെയും മധ്യഭാഗത്തായിട്ടാണ് രണ്ട് ഇതളുകളോട് കൂടിയ ഈ ആജ്ഞാചക്രയുടെ സ്ഥാനം. ആജ്ഞാചക്ര പൂർണ്ണമായും ഓപ്പൺ ആക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രാണമുദ്രയുടെ സഹായവും എടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ബ്രീത്തിങ് എക്സസൈസും ചെയ്യും. ബ്രീത്തിങ്ങിൽ നമ്മൾ ഓം ധ്വനിയോട് കൂടിയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഓം ധ്വനി എന്നത് വളരെയധികം പ്രകമ്പനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നാദമാണ്. നമ്മുടെ ശരീരത്തിലും മനസ്സിലും ആജ്ഞാചക്രയിലും നമ്മൾ ഇരിക്കുന്ന ആ ഒരു വായുമണ്ഡലത്തിലും വളരെയധികം പോസിറ്റീവായിട്ടുള്ള പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കാൻ ഓം ധ്വനിക്ക് സാധിക്കുന്നുണ്ട്. ലാസ്റ്റ് നമ്മൾ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുമ്പോൾ ആ ഒരു കളർ വിഷ്വലൈസേഷനോട് കൂടിയാണ് അഭ്യാസം ചെയ്തത്. കാരണം ആ ഒരു കളറും കൂടെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ വളരെ നല്ല രീതിയിൽ ആ ഒരു സ്വാധീനം നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഉണ്ടാകുന്നു. ശരീരവും മനസ്സും വളരെയധികം എനർജൈസ്ഡ് ആകുന്നു, ഉന്മേഷമുള്ളതാകുന്നു, നല്ല ഫ്രഷ് ആകുന്നു, എനർജറ്റിക് ആകും. ഇന്ന് ഇൻഡിഗോ കളർ എന്നത് ഏത് വാല്യൂവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? നമുക്കറിയാം, നമ്മുടെ ഓരോ ചക്രയും ഓരോരോ വാല്യൂവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഈ ചക്ര പൂർണ്ണമായും ഓപ്പൺ ആകുന്നതിനും അടഞ്ഞു പോകുന്നതിനും കാരണമാകുന്നത് വാല്യൂവും അതേപോലെ ആന്റി വാല്യൂവുമാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, കളറുകൾ എന്നാൽ ഓരോ വാല്യൂസിനും അതിൻ്റെതായ തരംഗങ്ങളുണ്ട്, വൈബ്രേഷൻ ഉണ്ട്. അപ്പോ ഈ വൈബ്രേഷനും ഈ കളറുമായിട്ട്, കളറിന്റെ വൈബ്രേഷനും ഏകദേശം മാച്ച് ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇത് കളർ വിഷ്വലൈസേഷൻ കൂടെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് നമ്മളെ സ്വാധീനിക്കുന്നു, പ്രഭാവം ചെലുത്തുന്നു എന്ന് പറയുന്നത്. അപ്പൊ നോക്കാം, നമുക്ക് ആജ്ഞാചക്രയെ ഓപ്പൺ ആക്കുന്നതിനുള്ള ആ ഒരു വാല്യൂ, പോസിറ്റീവ് വാല്യൂ എന്താണ്? ആജ്ഞാചക്ര തുറക്കണമെങ്കിൽ നമുക്ക് ജ്ഞാനം, നോളജ്, ഈ വാല്യൂ ആണ് പ്രൈമറി ആയിട്ട് ആവശ്യമായിട്ടുള്ളത്. ഒപ്പം തന്നെ സത്യത. അപ്പൊ നോക്കുക, ജ്ഞാനം എന്ന ആ ഒരു ഗുണം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ, ആ ഒരു വാല്യൂ നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മുടെ തേർഡ് ഐ ഓപ്പൺ ആവുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയാറ്, തേർഡ് ഐ എന്ന് പറഞ്ഞാൽ മൂന്നാം നേത്രം. മൂന്നാം നേത്രം എന്നാല് അറിവാകുന്ന നേത്രം അല്ലെങ്കിൽ ആത്മനേത്രം. അതായത് നമ്മൾ ഈ ലോകത്തിൽ പഠിക്കുന്ന അറിവിനേക്കാളും ഉപരിയായ നമ്മളെ കുറിച്ചുള്ള സത്യമായ അറിവ്, ഈശ്വരനെ കുറിച്ചുള്ള സത്യമായ അറിവ്. അപ്പൊ ഈ ഒരു ജ്ഞാനം, അതിനെയാണ് ആത്മജ്ഞാനം എന്ന് പറയുന്നത്. ജ്ഞാനം, സത്യത, ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ആജ്ഞാചക്ര പൂർണ്ണമായും തുറക്കപ്പെടുകയാണ്. നോക്കൂ, ആജ്ഞാചക്ര അടഞ്ഞു പോകുന്നത് അതിന്റെ നെഗറ്റീവ് വാല്യൂ ആയ അല്ലെങ്കിൽ ആന്റി വാല്യൂ ആയിട്ടുള്ള, പ്രൈമറി ആന്റി വാല്യൂ എന്ന് പറയുന്നത് ഭയമാണ്. കാരണം നമ്മളൊന്ന് മനസ്സിലാക്കുക, നമ്മൾ നമ്മളെ കുറിച്ച് തന്നെ തിരിച്ചറിയുന്നില്ല. നമ്മളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കാണുന്ന ബോഡിയാണ്. ഈ ഒരു ബോഡി ആണെന്നുള്ള ചിന്ത അല്ലെങ്കിൽ ആ ഒരു ബോധം എൻ്റെ മനസ്സിൽ ഉറച്ചു കിടക്കുമ്പോൾ സ്വാഭാവികമായി എൻ്റെ ഉള്ളിൽ മരണഭയം എന്നത് ഉൽപ്പന്നമാകും. എപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ജ്ഞാനത്തിന്റെ ആധാരത്തില് ഞാൻ ഒരു നശിക്കുന്ന ശക്തിയല്ല, അവിനാശിയായ അനശ്വരമായ പ്രകാശം,
ആത്മാവാണ്. ആ ഒരു കാര്യം, സത്യമായ അറിവ് നമ്മൾ മനസ്സിലാക്കുമ്പോഴും അതിന്റെ ആധാരത്തിൽ സത്യതയോടുകൂടി നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ ഒരു ഭയം അപ്രത്യക്ഷമാവുകയാണ്. ആദ്യമേ തന്നെ മരണഭയത്തിൽ നിന്ന് നമ്മൾ മുക്തരാവുകയാണ്. പിന്നീട് നമ്മുടെ ജീവിതത്തിലെ പല മേഖലകളിലും നമുക്ക് പല പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഇപ്പൊ ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ ഏർപ്പെടുമ്പോൾ അതിലെനിക്ക് വിജയം കിട്ടുമോ, അല്ലെങ്കിൽ ഞാൻ പരാജിതനാകുമോ എന്നുള്ള ഭയം. അപ്പൊ ഇങ്ങനെ എത്ര തരത്തിലുള്ള ഭയമാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നത്. അപ്പോ ഈ ഒരു ഭയം എന്ന ആന്റി വാല്യൂ തീർച്ചയായിട്ടും നമ്മുടെ ആജ്ഞാചക്രയെ അടച്ചു കളയുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യമാണ്, നമ്മുടേതായിട്ടുള്ള ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് മറ്റുള്ളവരെ ദോഷം പറയുക, പരചിന്തനം, പരദൂഷണം, പരദർശനം. പിന്നെ എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതിന് കാരണക്കാര് മറ്റൊരാളാണ്, അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്തുകൊണ്ടാണ്, ഇവരിങ്ങനെ ചെയ്തുകൊണ്ടാണ്, ഇങ്ങനെ ഞാൻ മറ്റുള്ളവരുടെ മേലെ കുറ്റം പറയുക. അപ്പൊ ഇതെന്തുകൊണ്ടാണ്? വാസ്തവത്തിലുള്ള ജ്ഞാനം എന്റെ ബുദ്ധിയിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ മറ്റുള്ളവരോട് ആ ഒരു ദേഷ്യം കാണിക്കുന്നതും ആ ഒരു കുറ്റം അവരുടെ മേൽ ചുമത്തുന്നതും. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ ജീവിതത്തിൽ യാതൊരു മാറ്റവും കൊണ്ടുവരില്ല, ഞാൻ എന്നും താഴേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മൾ ചില സമയത്ത് വാശിയോ ദേഷ്യമോ ഒക്കെ വന്നിട്ട് ബെറ്റ് വെക്കാറുണ്ട്, പന്തയമൊക്കെ വെക്കാറുണ്ട്. അപ്പൊ നോക്ക്, ഈ പന്തയം വെക്കുമ്പോ എന്താ സംഭവിക്കുക? ഉള്ളിൽ അങ്ങനെ ഒരു ആങ്സൈറ്റി ഉൽപ്പന്നമാവുകയാണ്. ഭയങ്കര ആകാംക്ഷയായിരിക്കും, ഞാൻ ജയിക്കുവോ, നടക്കുവോ. അപ്പൊ അങ്ങനെ ആ ഒരു ആങ്സൈറ്റി എന്നുള്ള ആ ഒരു ആന്റി വാല്യൂ വന്നിട്ട് അത് നമ്മുടെ ഉള്ളില് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, നമ്മുടെ ആജ്ഞാചക്ര അടഞ്ഞു പോകുന്നതിന് കാരണമാകും. പിന്നൊന്നുണ്ട് ഓവർ കോൺഫിഡൻസ്. അതായത് ഒരു അഹങ്കാരമാണ് സ്വയത്തെ പ്രതി. അതായത് എന്നെ കൊണ്ടേ സാധിക്കുകയുള്ളൂ, മറ്റാരും ഇത് ചെയ്താൽ ശരിയാവില്ല, ഞാൻ ചെയ്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ, എന്നെ കൊണ്ട് മാത്രം നടക്കുന്ന കാര്യമാണ്, ഞാനാണ് ബെസ്റ്റ് എന്നുള്ള ആ ഒരു ഓവർ കോൺഫിഡൻസ് ഒരു അഹങ്കാരമാണ്. നല്ലതാണ് സ്വയത്തെ കുറിച്ച് നല്ലത് ചിന്തിക്കുന്നത്, പക്ഷെ അത് അതിന്റെ ഒരു അഭിമാനത്തിന്റെ രീതിയിൽ, അഹങ്കാരത്തിന്റെ രീതിയിൽ മാറുമ്പോൾ അത് മറ്റുള്ളവരിലും പ്രഭാവം ഉണ്ടാക്കുന്നു, നമ്മളിലേക്കും ആ ഒരു നെഗറ്റീവ് ഊർജം ഒഴുകാനായിട്ട് തുടങ്ങും. അതും ആജ്ഞാചക്ര അടഞ്ഞു പോകുന്നതിന് ഒരു കാരണമാണ്. പിന്നെ മറ്റൊന്നാണ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. അതായത് ചിലരിങ്ങനെ ചിന്തിക്കും, ഞാൻ എന്തൊക്കെ ചെയ്തിട്ട് എന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി, ഞാൻ എങ്ങനെ വിചാരിച്ചാലും എനിക്കിത് ചെയ്യാനായിട്ട് സാധിക്കില്ല, എന്നെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല. പിന്നെ എപ്പോഴും മറ്റുള്ളവരുമായിട്ട് സ്വയത്തെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഈശ്വരൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, അതായത് നമ്മളെല്ലാവരും ഈശ്വരന്റെ കുട്ടികളാണ്. ഓരോ കുട്ടികൾക്കും അവരവരുടേതായിട്ടുള്ള വിശേഷതകളുണ്ട്. അപ്പൊ തന്റെ വിശേഷതയെ കുറിച്ച് ചിന്തിക്കുമ്പോഴും മറ്റുള്ളവരുടെ വിശേഷതകളെ കാണാൻ തുടങ്ങുമ്പോഴുമാണ് നമ്മുടെ ഉള്ളിലുള്ള പൂർണ്ണമായ ഗുണങ്ങൾ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത്. മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ചെറുതാണ്, അല്ലെങ്കിൽ എന്നെ കൊണ്ട് കഴിവില്ല എന്നൊരു തോന്നലിൽ നിന്നൊക്കെ നമ്മൾ മുക്തമാകുന്നത്. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആജ്ഞാചക്ര അടഞ്ഞു പോകുന്നതിന് കാരണമാകുന്നുണ്ട്. അപ്പൊ ആജ്ഞാചക്ര നമ്മൾ പൂർണ്ണമായും ഓപ്പൺ ആക്കുന്നതിന് വേണ്ടി നമ്മൾ എല്ലാ ദിവസവും സത്യമായ ജ്ഞാനം നേടാൻ ശ്രമിക്കുക. അത് നമ്മുടേതായിട്ടുള്ള ഉത്തരവാദിത്വമാണ്. നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. ഈ ജ്ഞാനം എനിക്ക് എവിടെ നിന്ന് കിട്ടും, അതെങ്ങനെ ലഭിക്കും, ആ ഒരു ജ്ഞാനം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഇത് നമ്മുടെ ആജ്ഞാചക്ര തുറക്കുന്നതിൽ നമ്മളെ സഹായിക്കും. ഒപ്പം തന്നെ സത്യതയുടെ ആധാരത്തിൽ നമുക്ക് ജീവിക്കാനും സാധിക്കും. അങ്ങനെ ആജ്ഞാചക്ര തുറക്കപ്പെടുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് സ്വയത്തിന്റെ മേല് വളരെയധികം ലഹരിയായിരിക്കും, തന്റെ മേൽ ഭയങ്കര വിശ്വാസമായിരിക്കും. ഒരിക്കലും തന്റെ സമസ്യകളെ പരിഹരിക്കുന്നതിന് വേണ്ടി അവർ മറ്റുള്ളവരുടെ ആശ്രയം എടുക്കേണ്ടതായിട്ട് വരുന്നില്ല. അവർ എത്ര വലിയ പ്രശ്നങ്ങൾ, എത്ര വലിയ കാര്യങ്ങൾ അവരുടെ മുന്നിൽ വന്നാലും അവർക്ക് വളരെ സഹജമായി, അതായത് വളരെ ഈസി ആയിട്ട് അതിനെ പരിഹരിക്കാനായിട്ട് അവർക്ക് സാധിക്കും. യാതൊരു
പരസഹായവും കൂടാതെ തന്നെ. കാരണം ആജ്ഞാചക്ര ഓപ്പൺ ആകുമ്പോൾ അത്രയും ബുദ്ധിശക്തി നമുക്ക് വർദ്ധിക്കുകയാണ്, അത്രയും മെമ്മറി പവർ നമുക്ക് വർദ്ധിക്കുകയാണ്, നമ്മുടെ മാനസിക ശക്തികൾ വർദ്ധിക്കുകയാണ്, ആത്മീയമായ ലെവലിൽ ഞാൻ ഉന്നതി നേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിക്ക് ഒരിക്കലും ഈ ഒരു ഭയം എന്നുള്ള ആന്റി വാല്യൂ വരില്ല. പകരം ജ്ഞാനം നമ്മൾ നേടാനുള്ള ആ ഒരു പ്രയത്നവും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ സ്ഥിതിയെ, മാനസിക നിലവാരത്തെ ഉയർത്തിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മൾ മനസ്സിലാക്കി ആജ്ഞാചക്ര തീർച്ചയായിട്ടും നമ്മുടെ കണ്ണ്, അതേപോലെ നാഡികള്, തലവേദന, മൈഗ്രെയിൻ അങ്ങനെയുള്ള പ്രശ്നങ്ങളെ എല്ലാം പരിഹരിക്കുന്നതാണ്. ഒപ്പം തന്നെ നമ്മുടെ മനസ്സില് അനേകം ചിന്തകൾ കൊണ്ടുണ്ടാകുന്ന ടെൻഷൻ, ഡിപ്രഷൻ ഇതിനെയെല്ലാം മാറ്റിയെടുക്കുന്നതാണ്. നമ്മുടെ ബുദ്ധിശക്തി വർദ്ധിക്കുന്നു, ഇൻറ്റ്യൂഷൻ വർദ്ധിക്കുന്നു, കാര്യങ്ങളിലെ സ്പഷ്ടത നമുക്ക് വരികയാണ്. അതുകൊണ്ടാണ് ഈ ചക്രയെ നമ്മൾ എപ്പോഴും മാസ്റ്റർ ചക്ര എന്ന് വിളിക്കുന്നത്. അപ്പോൾ വളരെയധികം ശ്രദ്ധ കൊടുത്ത് നമ്മൾ ഈ ചക്ര പൂർണ്ണമായും ഓപ്പൺ ആക്കുന്നതിൽ വേണ്ടി പരിശ്രമിക്കുക. തീർച്ചയായിട്ടും നമുക്ക് അതിന്റെ റിസൾട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് വീണ്ടും ആജ്ഞാചക്ര ഓപ്പൺ ആക്കുന്നതിനുള്ള ആദ്യം ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം. പ്രാണമുദ്രയിലിരുന്ന് നമുക്ക് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം. പ്രാണമുദ്ര എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. പെരുവിരലിന്റെ അഗ്രഭാഗത്ത് ചെറുവിരലും മോതിരവിരലും യോജിപ്പിക്കുക. ബാക്കി 2 വിരലുകള് സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക. എന്നിട്ട് കളർ വിഷ്വലൈസേഷനോട് കൂടി നമുക്ക് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം. അതിനുശേഷം മെഡിറ്റേഷനും ചെയ്യാം. അപ്പൊ ആദ്യം നമുക്ക് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം. പ്രാണമുദ്രയിൽ പിടിക്കുക. ചെറുവിരലും മോതിരവിരലും, ബാക്കി 2 വിരലുകൾ ചൂണ്ടുവിരലും നടുവിരലും, ഇത് രണ്ടും സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക. കാലുകൾക്ക് മുകളിലായിട്ട് വെക്കുക. നടുനിവർത്തിയിരിക്കുക. ഇൻഹേൽ ചെയ്യുക. മുഴുവൻ ശരീരത്തിലും ഇൻഡിഗോ നിറം നിറഞ്ഞിരിക്കുകയാണ്. ഓം 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 നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ അനുഭവമാകും വളരെയധികം വ്യത്യാസം നമ്മുടെ ശരീരത്തിൽ വരുന്നതായി. ഇനി നമുക്ക് പ്രാണമുദ്രയിൽ ഇരുന്നുകൊണ്ട് തന്നെ മെഡിറ്റേഷന്റെ അനുഭവം കൂടെ ചെയ്യാം. കളർ വിഷ്വലൈസേഷനോട് കൂടി നമുക്ക് അനുഭവം ചെയ്യാം. ഓം ശാന്തി. 4 ഭാഗത്തുമുള്ള എൻ്റെ ശ്രദ്ധയെ ഞാൻ പൂർണ്ണമായും എന്നിലേക്ക് കൊണ്ടുവരികയാണ്. മസ്തകത്തിൽ പ്രകാശിക്കുന്ന ആത്മാവാകുന്ന ദീപത്തിലേക്ക് ഞാൻ എൻ്റെ ശ്രദ്ധയെ ഏകാഗ്രമാക്കുന്നു. എനിക്ക് ചുറ്റും ഏകാന്തമായ ശാന്തമായ അന്തരീക്ഷം,
തന്റെ ചുറ്റിലും ശാന്തിയുടെ തരംഗങ്ങൾ നിറയുന്നതായി അനുഭവം ചെയ്യും. ആത്മാവാകുന്ന ശാന്തമായ ദീപത്തിൽ നിന്ന് ശാന്തിയുടെ വൈബ്രേഷൻ ഇവിടെ എല്ലാം നിറയുകയാണ്. ഈ ശരീരമാകുന്ന വീട്ടിനുള്ളിൽ ഞാൻ ആത്മാവാകുന്ന ചൈതന്യം ഓരോ കർമ്മേന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മാവാകുന്ന എന്റെ വിചാരങ്ങളിലൂടെ എന്റെ ഇച്ഛാശക്തിയിലൂടെ എന്റെ മുഴുവൻ ശരീരത്തിലേക്കും ഊർജം നിറയുകയാണ്. ഇപ്പോൾ ഞാൻ ആത്മാ എന്റെ ബോഡിയെ സൂക്ഷ്മ ബോഡിയായി ദർശിക്കുന്നു. സ്ഥൂലമായ ശരീരം മുന്നിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു. പ്രകാശത്തിന്റെ ബോഡി, ആ പ്രകാശ ശരീരത്തിനുള്ളിൽ 7 ഊർജ കേന്ദ്രങ്ങൾ, 7 ചക്രാസ് ഞാൻ ദർശിക്കുകയാണ്. ഈ മുഴുവൻ ഊർജ കേന്ദ്രങ്ങളെയും വീണ്ടും ശക്തമാക്കുന്നതിന് വേണ്ടി, ഊർജം നിറയ്ക്കുന്നതിന് വേണ്ടി ഞാൻ പവർ ഹൗസായ സുപ്രീം പവറായ പരമാത്മാവുമായി എന്റെ മനസ്സിനെയും ബുദ്ധിയെയും യോജിപ്പിക്കുകയാണ്. എന്റെ ശിരസ്സിന് തൊട്ടു മുകളിലായി അതിശക്തമായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന പരമാത്മാ ജ്യോതിയെ, പരം ജ്യോതിയെ ഞാൻ ദർശിക്കുകയാണ്. സർവശക്തിവാനായ ബാബ പരമാത്മാ സുപ്രീം പവർ, സുപ്രീം ലൈറ്റ് എന്നിലേക്ക് അതിശക്തമായ പ്രകാശം നിറയ്ക്കുകയാണ്. ഈ കിരണങ്ങൾ നേരെ എന്റെ ശിരസ്സിൽ വന്ന് പതിക്കുന്നു. ഈ കിരണങ്ങളേറ്റ് നെറുകയുടെ ഭാഗത്തുള്ള സഹസ്രാര ചക്ര ഇപ്പോഴിതാ വിടരുകയാണ്. 1000 ഇതളുകളുള്ള താമര പുഷ്പത്തെ പോലെ എന്റെ സഹസ്രാര ചക്ര വിടർന്നു നിൽക്കുന്നു. പൂർണ്ണമായും തുറന്നിരിക്കുന്നു. സഹസ്രാര ചക്ര വഴി ആത്മാവാകുന്ന പ്രകാശത്തിലേക്ക്
ഈ പരമപ്രകാശം നിറയുകയാണ്. ഞാൻ ചാർജ് ആവുകയാണ്. എന്റെ ആജ്ഞാചക്ര ഇപ്പോൾ ഓപ്പൺ ആവുകയാണ്. 2 ഇതളുകളോട് കൂടിയ ആജ്ഞാചക്ര ഊർജം കൊണ്ട് നിറഞ്ഞ് എല്ലാ ബ്ലോക്കുകളെയും സമാപ്തമാക്കി പൂർണ്ണമായും തുറക്കപ്പെട്ട് അതിശക്തമായി കറങ്ങുകയാണ്. എന്റെ ആജ്ഞാചക്ര 3-ാം നേത്രം തുറക്കപ്പെട്ടിരിക്കുന്നു. ആജ്ഞാചക്രയിലൂടെ ഊർജപ്രവാഹം ശക്തമായി നടക്കുകയാണ്. എന്റെ കണ്ണുകളിലേക്ക് പ്രകാശം നിറയുന്നു. കണ്ണുകളിലെ വെളിച്ചം വർദ്ധിക്കുകയാണ്. കാഴ്ച ശക്തി വർദ്ധിക്കുകയാണ്. ശരീരത്തിലെ എല്ലാ നാഡീ ഞരമ്പുകളിലേക്കും ഊർജം നിറയുകയാണ്. ഈ ഊർജം കടും നീല നിറത്തിൽ ഓരോ നാഡീ ഞരമ്പുകളിലും നിറയുന്നു. എന്റെ നാഡീ വ്യവസ്ഥയെ മുഴുവൻ ഈ കിരണങ്ങൾ സ്ട്രോങ് ആക്കുകയാണ്. നെർവസ് സംബന്ധമായ എല്ലാ അസുഖങ്ങളും സെക്കൻഡിൽ ഭേദപ്പെടുകയാണ്. എന്റെ ശിരസിലേക്കുള്ള ഊർജപ്രവാഹം കടും നീല നിറത്തിൽ അതിശക്തമായി നടന്നുകൊണ്ടിരിക്കുന്നു. തലവേദന, മൈഗ്രെയിൻ മുതലായ അസുഖങ്ങൾ പൂർണ്ണമായും ഭേദപ്പെടുകയാണ്. എന്റെ മനസ്സ് ശക്തമാവുകയാണ്. പ്രകാശം കൊണ്ട് നിറയുകയാണ്. ലൈറ്റ് ആവുകയാണ്. എനിക്കിപ്പോൾ യാതൊരു നെഗറ്റീവ് വിചാരങ്ങളുമില്ല. യാതൊരു ടെൻഷനുമില്ല. എന്നിൽ നിന്ന് ആത്മീയ ശക്തികൾ പുറത്തു വരികയാണ്. ഓരോ കാര്യങ്ങളെയും ഉൾക്കൊള്ളുവാനും സഹിക്കുവാനും നേരിടുവാനും എനിക്കിപ്പോൾ സാധിക്കുന്നു. എന്റെ ആജ്ഞാചക്ര ഇപ്പോൾ പൂർണ്ണമായും ആക്റ്റീവായിരിക്കുകയാണ്. കടും നീല നിറത്തിൽ അതിശക്തമായി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സുപ്രീം ലൈറ്റിൽ നിന്ന് വരുന്ന പ്രകാശം, വെളുത്ത കിരണങ്ങൾ സഹസ്രാര ചക്ര വഴി നേരെ ആത്മാവിൽ നിറയുന്നു.
ഞാൻ ആത്മാവ് വീണ്ടും വീണ്ടും ചാർജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വെളുത്ത പ്രകാശ കിരണങ്ങൾ ആത്മാവാകുന്ന എന്നിൽ നിന്നും സപ്തവർണ്ണങ്ങളായി ഓരോ ഊർജ കേന്ദ്രങ്ങളിലേക്കും എത്തുകയാണ്. ചുവന്ന നിറത്തിലുള്ള പ്രകാശം മൂലാധാര ചക്രയിലെത്തുന്നു. മൂലാധാര ചക്ര പൂർണ്ണമായും ആക്റ്റീവായിരിക്കുന്നു. എല്ലുകളിലേക്കും മാംസപേശികളിലേക്കും ശക്തിയുടെ ചുവന്ന കിരണങ്ങൾ നിറഞ്ഞ് സ്ട്രോങ് ആകുകയാണ്. ഓറഞ്ച് നിറത്തിലുള്ള കിരണങ്ങൾ സ്വാദിഷ്ഠാന ചക്രയിലേക്ക് എത്തുന്നു. സ്വാദിഷ്ഠാന ചക്ര ഊർജം കൊണ്ട് നിറഞ്ഞ് ഈ ഓറഞ്ച് പ്രകാശം സ്വാദിഷ്ഠാന ചക്ര വഴി ശരീരത്തിലെ രക്തത്തിലേക്ക് മുഴുവൻ എത്തിച്ചേരുന്നു. സെക്ഷൽ ഓർഗൻസിലേക്ക് മുഴുവൻ എത്തിച്ചേരുന്നു. പ്യൂരിഫൈ ചെയ്യുകയാണ്. ഗോൾഡൻ യെല്ലോ നിറത്തിലുള്ള കിരണങ്ങൾ, സ്വർണവർണ്ണത്തിലുള്ള കിരണങ്ങൾ മണിപ്പൂരക ചക്രയിലെത്തുന്നു. മണിപ്പൂരക ചക്ര ഊർജം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നു. മഞ്ഞ നിറത്തിൽ ശക്തമായി പ്രകാശിക്കുകയാണ്, കറങ്ങുകയാണ്. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലേക്ക് മുഴുവനും ഈ ഗോൾഡൻ യെല്ലോ റേസ് നിറയുകയാണ്. എന്റെ ദഹനേന്ദ്രിയ വ്യവസ്ഥ ശക്തമാകും. ഗ്രീൻ കളറിലുള്ള കിരണങ്ങൾ അനാഹത ചക്രയിലേക്ക് എത്തുകയാണ്. അനാഹത ചക്ര ചാർജ് ആയിക്കൊണ്ടിരിക്കുന്നു. പച്ച നിറത്തിൽ അതിശക്തമായി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അനാഹത ചക്ര വഴി ഊർജം ഹാർട്ടിലേക്കും ലങ്സിലേക്കും ചെസ്റ്റ് ഭാഗത്തേക്കും എല്ലാം നിറയുന്നു. ഈ പ്രകാശം എന്റെ ഹാർട്ടിനെയും ലങ്സിനെയും സ്ട്രോങ് ആക്കുകയാണ്. ഇപ്പോൾ ഇളം നീല നിറത്തിലുള്ള പ്രകാശം വിശുദ്ധി ചക്രയിലെത്തുകയാണ്. വിശുദ്ധി ചക്ര പൂർണ്ണമായും ഊർജസ്വലമായിരിക്കുന്നു. എൻ്റെ മൂക്കിലേക്കും കാതുകളിലേക്കും തൊണ്ടയുടെ ഭാഗത്തുമുള്ള എല്ലാ പ്രശ്നങ്ങളും രോഗങ്ങളും വിശുദ്ധി ചക്രയുടെ ആക്ടിവേഷനിലൂടെ സമാപ്തമാവുകയാണ്.
ആജ്ഞാചക്ര കടും നീല നിറത്തിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹസ്രാര ചക്രയും പൂർണ്ണമായും ഓപ്പണാണ്. ഇപ്പോൾ എന്റെ ശരീരത്തിലുള്ള 7 ഊർജ കേന്ദ്രങ്ങളിലേക്കും സുപ്രീം പവറിൽ നിന്നുള്ള പ്രകാശം എന്നിൽ നിറഞ്ഞ് കൃത്യമായി എല്ലാ ഭാഗത്തേക്കും എത്തിയിരിക്കുന്നു. ഞാൻ ആത്മാവ് മാസ്റ്ററാണ്. ആജ്ഞാചക്ര മാസ്റ്റർ ചക്രയാണ്. ഇപ്പോൾ ഞാൻ പൂർണ്ണമായും എനർജി കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. ഞാൻ സമ്പൂർണ്ണ ആരോഗ്യശാലിയാണ്. പവർഫുൾ ആത്മാവാണ്. എൻലൈറ്റൻഡ് ആത്മാവാണ്. ശുദ്ധമായ ആത്മാവാണ്. ഞാൻ മാനസികമായും ശാരീരികമായും ഹെൽത്തിയാണ്. പോസിറ്റീവാണ്. നിരോഗിയാണ്. ഓം ശാന്തി.